ഹലോ, ഗുഡ് മോർണിംഗ്. രാധസുമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥയാണ് കേട്ടോ നമ്മൾ പറയാൻ പോണത്. അങ്ങനെ സുധാകര മാഷയുടെയും കമലമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ കേക്കൊക്കെ മുറിക്കാൻ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ട് അപ്പോൾ ഒന്ന് ശരി കേക്ക് മുറിക്കാം എന്ന് പറഞ്ഞ് വന്ന് കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും വിശ്വം വരുമ്പോഴേക്കും വിനായകൻ പറയും, അല്ലെങ്കിലും ഈ വീട്ടിലെ ഏറ്റവും തൊണ്ടഭാഗ്യം വിശ്വേട്ടനാണ്. കാരണം കറക്റ്റ് സമയത്ത് എത്തി എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളെ ശ്രീജ എങ്ങനെ നോക്കും. ശ്രീജയ്ക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ എന്താണ് നന്ദിനി ഇങ്ങനെ ചിരിക്കും. അപ്പോൾ പറയും, പിന്നെ അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാടാ, അത് ആ ഒരു ഭാഗ്യം എനിക്ക് തന്നെ കിട്ടിയിട്ടുള്ളൂ എന്നിങ്ങനെ പറയുകയാണേ. അപ്പോൾ പറയും, അപ്പോൾ അങ്ങനെ പറയുകയാണ് വിശ്വ കേട്ടോ. അപ്പോൾ വിശ്വ അത് ചെറിച്ചതേ പക്ഷേ മറ്റേ നമ്മുടെ ശ്രീജയ്ക്കും കമലമ്മയ്ക്കൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആ തമാശ. അപ്പോഴേക്കും കേക്ക് മുറിക്കുകയാണ്. കേക്ക് അതിന് സമയം കളയേണ്ട മുറിക്കുകയെന്ന് പറയാം. അപ്പോഴേക്കും വേദ പിന്നെ കണ്ടില്ലേ ക്രെഡിറ്റ് മുഴുവൻ വന്നത് എന്നിങ്ങനെ നന്ദിനിയോടും ഇങ്ങനെ പറയാണ്. അപ്പോൾ അറിയാം, കണ്ടോ നമുക്ക് നന്ദിനി എടുത്ത് ഒരു ചിലവില്ലാണ്ട് ക്രെഡിറ്റ് കിട്ടിയത് കണ്ടില്ലേ അറിയാം. അപ്പോൾ നന്ദിനി അറിയാം, എന്നെ പെടുത്തതല്ലേ നീ അറിയും. അപ്പോൾ പറയും അതേ എന്നറിയും കേട്ടോ. അപ്പോഴേക്കും കമലമ്മ ചോദിക്കും എന്താന്ന്. അപ്പോൾ അല്ല, കുറച്ചും കൂടെ വലിയൊരു കേക്ക് വാങ്ങായിരുന്നു എന്ന് പറയുമായിരുന്നു നന്ദിനി എടുത്ത് എന്നറിയും കേട്ടോ. അപ്പോൾ കമലമ്മ പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതന്നെ ധാരാളമല്ലേ എന്നിങ്ങനെ പറയും. കാരണം നന്ദിനിക്ക് ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല, നന്ദിനിനെ ശരിക്കും പൂട്ടി. അപ്പോഴേക്കും നമ്മളെ വിക്രം കാണാൻ 2 കവറായിട്ട് വരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് മുറിക്കുകയാണ്. ആ സമയത്ത് പവ കവർ പിടിച്ച് പുറത്ത് നിൽക്കുമ്പോൾ വിക്രം വേദം അങ്ങനെ വിളിക്കുകയാണ്. കലയും കൊണ്ട് വിളിക്കുമ്പോൾ അവൻ അങ്ങനെ കണ്ണുകൊണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കും. അത് കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ വിശ്വം കൊടുക്കുകയാണ് പാക്കറ്റ്. അപ്പോൾ അച്ഛാ അമ്മ ഇതാ ഒരു ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ കവർ. അപ്പോൾ ഇത് എവിടെ നിന്നാണ് നമുക്ക് പൈസ എന്നറിയും. അത് കമ്പനിയിൽ നിന്ന് കിട്ടിയതറിയും. കയറിയിട്ട് 2 ദിവസമായപ്പോഴോ അച്ഛാ അങ്ങനെ ഒരു സ്കീമുണ്ട് അച്ഛാ വാങ്ങിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് രണ്ടാൾക്കും. ഇത് അച്ഛനൊരു മുണ്ടും ഇത് അമ്മയ്ക്കൊരു സെറ്റ് സാരി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് വിക്രം വന്നിട്ട് ആ 2 കവറും കൂടെ കൊടുക്കുകയാണ്. അമ്മ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്നിട്ട് കൊടുക്കുകയാണ്. അപ്പോഴേക്കും കമല അത് വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് തന്നെ മാഷ് അത് തട്ടിക്കളയുമ്പോൾ പറയും, ഇങ്ങനെ ഗുണ്ടാത്തല്ല് നടത്തി ഇവിടെ ഇങ്ങനത്തെ ഒരു പൊതി കൊണ്ട് വരണ്ടെന്ന് ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഈ പടി ഇങ്ങോട്ട് കയറി വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ ഇതുപോലെ ചെയ്തപ്പോഴാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഗുണ്ടാത്തല്ല് നടത്തി ചോരമണുള്ള ഡ്രസ്സും കൊണ്ട് വരരുത്, അങ്ങോട്ട് ഞങ്ങളെ കോടി പൊതിച്ച് കടത്തിക്കും വേണ്ട എന്നൊക്കെ അങ്ങോട്ട് മാഷ് കുറേ ഡയലോഗ് അടിക്കുകയാണ് അവിടെ നിന്നിട്ടും. അതുകൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ പറയാം കമല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ മാഷ അങ്ങോട്ട് പോകും ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിക്രം വന്നിട്ട് ആ പാക്കറ്റുകൾ ഇങ്ങനെ കുരിഞ്ഞെടുക്കുകയാണ്. അപ്പോഴേക്കും എന്താണ് നമ്മുടെ വേദ പറയുകയാണ്, ഇത് ഗുണ്ടാത്തല്ലുണ്ടാക്കിയിട്ടോ ഒന്നും ഉണ്ടാക്കിയതല്ല അമ്മേ, ഇത് പിന്നെ ചുമടെടുത്തിട്ട് ഉണ്ടാക്കിയതാണ്, ചാക്ക് ചുമന്ന് ഉണ്ടാക്കിയ പൈസയാണ് കൂലിത്തല്ല്. ഇതിന് വേണ്ടി 2 ദിവസമായിട്ട് വിക്രം ചുമടെടുക്കാൻ പോകുന്നുണ്ട് എന്ന് പറയും. അപ്പോഴാണ് അമ്മയ്ക്കത് മനസ്സിലായാലും അമ്മ അങ്ങനെ വന്നിരുന്ന് അവൻ്റെ ഷർട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണാം പുറത്ത് മുറിയായ പാട് കൈൻ്റെ അവിടെ. അപ്പോഴാണ് നമ്മുടെ വേദ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ അപ്പോഴാണ് അങ്ങനെ അവരങ്ങനെ സങ്കടം വന്നിട്ട് അവരങ്ങനെ അവനെ കെട്ടിപ്പിടിക്കുക. എല്ലാവരും ആകെ വല്ലാത്തൊരു അവസ്ഥയിലായി പോകും. കാരണം അതാരും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവരും വല്ലാത്തൊരവസ്ഥയിലായി പോവുകയാണ് കേട്ടോ. അപ്പോൾ കാരണം വേദയ്ക്കും ഒരുപാട് സങ്കടമാവും അത്. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ വിക്രം. എന്നിട്ട് അവിടുന്ന് ആ പാക്കറ്റ് എടുത്തിട്ട് കമല ഇങ്ങനെ എന്താ പറയുക കെട്ടിപ്പിടിക്കുകയാണ് മകനെ. കെട്ടിപ്പിടിച്ച് കവിളൊരു ഉമ്മയ്ക്ക് കൊടുക്കണം മോനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ വിക്രം അങ്ങോട്ട് പോവുകയാണ് റൂമിൽ. അപ്പോൾ വേദ ഒരു ഓയിൽമെൻറ്റുമായിട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് കട്ടിലിൻ്റെ മുകളിൽ. അപ്പോൾ പറയും എന്താണ് ഞാൻ വന്നത് മുറിവിൽ മരുന്ന് തേക്കാനാണെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നിൽക്കും, കൈ കാണിക്കറിയും. അപ്പോഴും മിണ്ടില്ല. കൈ കാണിക്കുക പറഞ്ഞിട്ട് ഇങ്ങനെ തൊടുമ്പോൾ വേണ്ട പറഞ്ഞിട്ടുണ്ട് ചാടി നിൽക്കും, തൊട്ട് വരും തന്നെ പറഞ്ഞിട്ട്. അപ്പോൾ പറയും, നീ പറഞ്ഞ പോലെയെല്ലാം ഞാൻ ചെയ്തില്ല, എനിക്കറിയാം, ഇല്ലെങ്കിലും ഇത് തന്നെയാണ് എൻ്റെ അവസ്ഥ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എല്ലാവരും മുന്നേ കൂട്ടി എനിക്കൊരു പട്ടം ചാർത്തി തന്നിട്ടുണ്ട്, അത് അതുപോലെ തന്നെയുള്ളൂ സംഭവിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും, നിങ്ങൾക്കിന്ന് അച്ഛൻ അത് തട്ടിക്കളഞ്ഞപ്പോൾ നിങ്ങൾക്കത് അത്രയ്ക്ക് വിഷമമായല്ലേ എന്ന് പറയും. നിങ്ങളെ വന്ന് അമ്മ സ്വാധീനിപ്പിച്ചപ്പോൾ നിങ്ങൾ കരഞ്ഞില്ലേ, അതുപോലെയാണ് നിങ്ങളുടെ അച്ഛൻ. നിങ്ങളെയൊക്കെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെങ്കിലും ഉണ്ടായിരുന്നു. അച്ഛൻ ആരെ തോളത്താണ് തല വെച്ച് കരയുക, അച്ഛൻ്റെ ആത്മാഭിമാനം സമ്മതിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ പെട്ടെന്നൊന്നും അംഗീകരിച്ച് കിട്ടില്ല. കാരണം നിങ്ങളെക്കുറിച്ചുള്ള ഒരു പിക്ചറുണ്ട് അച്ഛൻ്റെ മനസ്സിൽ, അത് മാറണം എന്നൊക്കെ ഇങ്ങനെ പറയും. അതിൽ
പിന്നെ എന്നിട്ട് പിന്നെയാണ് ഓയിൽമെൻറ്റ് തേച്ച് കൊടുക്കുന്നത്, മരുന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് താ വിക്രമാന്നൊക്കെ പറഞ്ഞിട്ട് പാവം അപ്പം ഇങ്ങനെ ഇങ്ങനെ നീറും. അപ്പോൾ ഇങ്ങനെ നീറുമ്പോൾ പറഞ്ഞ് നീറുന്നുണ്ടോ അത് ഉണങ്ങിക്കോളും എന്നൊക്കെ പറഞ്ഞ് വെച്ച് കൊടുക്കുക. അപ്പോൾ കുറേ ഡയലോഗുകൾ നമ്മുടെ വേദ പിന്നെ അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ, കുറേ ഡയലോഗുകൾ പറയുന്നുണ്ട്. അപ്പോൾ പറയും എന്തായാലും പതുക്കെ പതുക്കെ ഇത് മാറുള്ളൂ. ഇങ്ങനെയൊരു കാര്യം നിങ്ങളെക്കുറിച്ചുള്ളൊരു പിക്ചറുണ്ട് അവരുടെ മനസ്സിൽ, അത് പതുക്കെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, നീ പറയുന്ന പോലെ ഞാൻ ചെയ്യുന്നത്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കും. അല്ല ഇനിയും മാറ്റങ്ങൾ വേണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഒരു കോള് വരിക. ആ കോളിൽ ഫോൺ എടുത്തിട്ട് അങ്ങനെ പോവുകയാണ് നമ്മുടെ വിക്രം. ബൈക്ക് എടുത്തിട്ട് പോകും. അപ്പോൾ അവൾ പിന്നാലെ വരിക, എങ്ങോട്ടാ പോണേ പറഞ്ഞിട്ട് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല, അങ്ങനെ ബൈക്ക് എടുത്ത് പോവുകയാണ്. ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഈ വേദ പറയുന്ന വാക്കുകളാണ് ഉള്ളിൽ മുഴുവൻ ഇങ്ങനെ ഇതായി വരുന്നത് മാഷ്ക്ക്. അത് കഴിഞ്ഞ് ബൈക്കെടുത്ത് പോവും. ബൈക്കെടുത്ത് പോയിട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ കമലമ്മ ഉണ്ടല്ലോ, കമലമ്മ ചെല്ലിയാണ് മാഷടുത്തേക്ക്. മാഷേ, ഇത് എൻ്റെ മോൻ കൂലിത്തല്ല് നടത്തിയിട്ട് ഒന്നും വാങ്ങിക്കൊണ്ടുവന്ന് തന്നല്ല, അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചാക്ക് ചുമന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് ഈ ഡ്രസ്സുകൾ. ഇതിൽ എൻ്റെ ഡ്രസ്സ് ഞാൻ എടുക്കും, അത് മാഷ്ക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡ്രസ്സ് എടുക്കും, ഞാൻ അത് ഇടുകയും ചെയ്യും. മാഷയുടെ ഡ്രസ്സ് മാഷ്ക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, ഒന്നില്ലെങ്കിൽ അത് ആർക്കെങ്കിലും ദാനം കൊടുക്കാം, അല്ലെങ്കിൽ അത് വലിച്ചെറിയാം, അല്ലെങ്കിൽ കത്തിച്ചളയാം, ഇതിലെന്ത് വേണമെങ്കിലും ചെയ്യാം, അത് മാഷ ഇഷ്ടം, പക്ഷെ അത് ചെയ്തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാക്കറ്റ് നല്ല ഡയലോഗുകൾ അടിക്കുകയാണ് നമ്മളെ കമലമ്മ മാഷോട്. മാഷ്ക്കൊന്നും പറയാനില്ല, അങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും കേട്ടോ. അതായത് നമ്മളെ വിക്രം ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കണം, അതിലിങ്ങനെ ഒരു ബൈക്ക് ഒരു സ്ഥലത്ത് നിർത്തിന്നിട്ട് ഉറക്ക കരയാണ്, ഉറക്ക ഓളിടുകയാണ് അവിടെ നിന്നിട്ട്, ദേഷ്യം വന്നിട്ട് അകർന്ന പോലെ അലറിക്കറിയില്ല. അങ്ങനെ അവിടുന്ന് പിന്നെ എന്ത് ചെയ്യും, കാരണം വേദ നല്ലൊരു ക്ലാസ്സാണ് എടുത്തു കൊടുത്തിരിക്കുന്നത് അവന്. അത് കഴിഞ്ഞ് പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നു ബൈക്കിൽ നിന്ന് പിന്നെ അപ്പോഴും ബൈക്കിൽ എങ്ങോട്ടോ പോകാൻ അറിയില്ല, ഫോൺ വന്നിട്ട് പോകുന്നതാണ്. പിന്നെ കാണിക്കുന്നത് നമ്മളെ വേദ വരുമ്പോൾ മാഷ് കുറേ നേരം ആ കസേരയിൽ നിന്നിട്ട് ഇരുന്ന് ആലോചിക്കുന്നതാണ്. പിന്നെ കമലമ്മ വന്ന് പറഞ്ഞതും അത്രയ്ക്കും മോൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നതും, അവൻ കൂലി മറ്റേ ചാക്ക് ചുമന്നുണ്ടാക്കിയ പൈസയും കൊണ്ടാണ് ഈ ഇത് വാങ്ങിയതും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അവസാനം അവിടുന്ന് നീക്കും. മാഷ അവിടുന്ന് നീച്ചിട്ട് പതുക്കെ ബോക്സ് തുറന്ന് അതിൽ നിന്ന് ഷർട്ട് മുണ്ടും എടുത്ത് നോക്കും. എന്നിട്ട് അങ്ങനെ പതുക്കെ ഷർട്ട് ഇങ്ങനെ വെച്ച് നോക്കും. അത് കഴിഞ്ഞ് അത് പതുക്കെ മറ്റേ ഷർട്ട് ഊരിയിട്ടിട്ട് അതിടുക. ആ ഷർട്ട് വിക്രം കൊടുന്ന ഷർട്ട് ഇതൊക്കെ കണ്ട് നമ്മുടെ വേദ പുറത്ത് നിൽക്കുന്നുണ്ട്. വാതിൽ പകുതി തുറന്നിരിക്കുകയും മാഷ ശ്രദ്ധിക്കില്ല. വേദ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയാണ് നമ്മുടെ വേദയ്ക്ക്. അങ്ങനെ ആ ഷർട്ട് ഇട്ടിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. അതിലിങ്ങനെ ചിരിക്കുന്നിട്ട് കഴിഞ്ഞിട്ട് അമ്മേ എന്നുകൊണ്ട് വിളിക്കുമ്പോഴേക്കും മാഷ് ഓടിപ്പോയി ആദ്യം വാതിലടയ്ക്കും. അമ്മയെന്ന് വിളിച്ച് അവളങ്ങോട്ട് പോവും. അപ്പോഴേക്കും ഓടിപ്പോയി വാതിലടക്കി മാഷ. എന്നിട്ട് പെട്ടെന്ന് ഷർട്ട് ഊരി മടക്കി ചുരുട്ടി ബോക്സിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കും. എന്നിട്ട് അങ്ങനെ വേഗം ഷർട്ട് എടുത്തിട്ടും കണ്ണാട്ടെടുത്ത് വയ്ക്കും. അപ്പോൾ കമലമ്മ കേട്ടു, എന്താ മോളെ എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചിട്ട് കമലമ്മ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഞാനല്ല അമ്മയെ മാഷ വിളിച്ചത് എന്ന് പറയുകയാണ്. അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ മാഷ പറയും, എന്തിനാ മാഷെന്നെ വിളിച്ചതെന്ന് നോക്കിയിട്ടോ. അപ്പോഴേക്കും മാഷ് ഷർട്ടൊക്കെ ഇട്ടിട്ട് വേഗം അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാ എന്നെ വിളിച്ച് വയ്ക്കുമ്പോൾ ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ ശരി എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കമലമ്മയ്ക്ക് മനസ്സിലായിരുന്നു അത് തുറന്ന് നോക്കിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഇങ്ങനെ നോക്കിയിട്ട് എങ്ങനെയാണ്ട് പോകും. പിന്നെ മാഷ് ഇങ്ങനെ ആലോചിച്ചിരുന്നിങ്ങനെ കരയുകയാണ് ഇരുന്നിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ കാരണം ആ ഒരു നമ്മുടെ ചിത്ര ചേച്ചിയുടെ ഒരു പാട്ടിൻ്റെ ആ ഒരു ഇതോട് കൂടിയിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ കരയുന്നതാണ് ഇന്നത്തെ ആ ഒരു ഭാഗങ്ങൾ കാണിക്കുന്നത്. നമ്മളുടെ പവിത്രത്തിൻ്റെ നമ്മളുടെ പിന്നെ വിക്രം പോയിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും കൊടുക്കുന്ന ഗിഫ്റ്റ് എന്തായാലും നന്ദിനിക്ക് എടുത്തും കൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും ആ കമലമ്മ അത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നന്ദിനിക്ക് അത് കിട്ടിയില്ല. മറ്റേത് ആദ്യം കൊടുന്ന ആ പിറന്നാളിന് കൊടുന്നത് വലിച്ചെറിയുന്നുണ്ട്, അത് എടുത്തും കൊണ്ട് പോവും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും അത് കിട്ടില്ല, കമലമ്മ കൊണ്ടുവയ്ക്കേണ്ടത്. അങ്ങനെ ഇന്നത്തെ പവിത്രം നല്ലൊരു എപ്പിസോഡാണ്, അത് മിസ് ചെയ്യേണ്ടതാണ്. പിന്നെ വീഡിയോ ആണ്, പല മിസ്റ്റേക്സും ഉണ്ടാവും, ക്ഷമിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ എൻ്റെ രാധാസ്വാമിലി കിച്ചൻ ആദ്യമായിട്ടാണ് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യണം, അപേക്ഷയാണ്, കൈവെടിയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് താങ്ക്സ്.